ഹലോ മലയാളി മക്കളെ വണക്കം. അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് ടിക്കറ്റ് ഫിനാലെ അല്ല ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഡബിൾ എവിക്ഷനിലെ രണ്ടാമത്തെ എവിക്ഷൻ ആരുടെ ആയിരുന്നു, പിന്നെ ഈ വീട്ടിൽ ഇവരെക്കാട്ടിലും നല്ലത് മറ്റേ ഒരാൾ ഇരുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള സംസാരമാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഈ വീട്ടിൽ ഇവർക്ക് പകരം ഇവരായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ വ്യക്തി ആരാന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ സൗന്ദര്യ വിശാലും ജെഫ്രിയും വെച്ചിട്ട് ഫോട്ടോ വെക്കുന്നുണ്ട് കേട്ടോ ബോർഡിൽ. എന്നിട്ട് പറയണം വിശാലും ജെഫ്രിയും വെച്ച് നോക്കുമ്പോൾ വിശാൽ എന്ന് പറയുന്നത് സേഫ് ഗെയിമറാണ്, ജെഫ്രി അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. റയാൻ അരുണിനെയും രവീന്ദ്രനെയും കൂടിയാണ് വെക്കുന്നത്. അരുണിനെക്കാട്ടി ബെറ്റർ രവീന്ദ്രനായിരുന്നു. കാരണം ഐഡിയാസിൽ ഇവർ ടോപ്പറായിരുന്നു. പക്ഷേ അരുൺ എന്ന വ്യക്തി ഐഡിയാസിൽ ഒന്നുമല്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ടോപ്പിലെത്തിയെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. വിശാൽ ജാക്ലിനും അൻഷിതയുടെ ഫോട്ടോ വെക്കുന്നുണ്ട്. പാസം കൊണ്ട് ജീവിച്ച ആളാണ് അൻഷിത എങ്കിൽ ജാക്ക് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണ്. സൗന്ദര്യ മുത്തുകുമാറിൻ്റെയും ആനന്ദിയുടെയും വെക്കുന്നുണ്ട്. മുത്തുകുമാർ എന്ന് പറയുന്നത് നല്ലവണ്ണം എല്ലാവരുടെയും മണ്ട കഴുകി വിടും, അപ്പം നേരായിട്ട് കളിക്കത്തില്ല. എന്നാൽ ആനന്ദി അങ്ങനത്തെ ഒരു വ്യക്തി അല്ലായിരുന്നു. അപ്പം ആനന്ദിയായിരുന്നു ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അത് തന്നെ റയാനും പറയുന്നുണ്ട്. മുത്തുകുമാറും ആനന്ദിയും വെച്ചിട്ട് സ്വയം ഓരോന്നും തീരുമാനിക്കുക ഒരു നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ആനന്ദി. പക്ഷേ മുത്തുകുമാറിന് അതില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബ്രേക്കാണ് കേട്ടോ. പിന്നെ TTFിൽ ഭയപ്പെട്ട് കളിച്ചത് ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിൽ മുത്തുകുമാറിൻ്റെയും റാണവിൻ്റെയും പവിത്രയുടെയും പേര്. അതായത് നമുക്ക് പ്രേക്ഷകർ മുത്തുകുമാറിൻ്റെ കാര്യത്തിൽ പറയുന്ന പ്രേക്ഷകർ ഇത്രയും പിന്തുണ നൽകിയിട്ടും കളിച്ച് TTF വിൻ ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ മുത്തുകുമാറിന് ഒരു പേടിയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ റാണവ് എന്ന് പറയുന്ന ആൾ കളിച്ചില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല എന്നുള്ളതുണ്ടായിരുന്നു. പവിത്രയ്ക്ക് ഒരു ഘട്ടം എത്തിയുമ്പോൾ കളിക്കാതെ എങ്ങനെയാണ്, കളിച്ചില്ലെങ്കിൽ നമ്മളൊന്നും അല്ല, സ്ട്രോങ് പ്ലെയർ അല്ല എന്നൊക്കെ മനുഷ്യന്മാർക്ക് തോന്നും എന്നുള്ള കാരണത്താൽ ഭയപ്പെട്ട് തന്നെയാണ് പവിത്രൻ കളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ 3 പേരുടെ പേരാണ് ചോദിച്ചു ടോപ്പായിട്ട് പറഞ്ഞിരുന്നത്. അത് കാരണമാണ് കേട്ടോ ഇവരുടെ പേര് മാത്രം എടുത്ത് പറയുന്നത്. അത് കഴിയുമ്പോൾ എവിക്ഷൻ കാർഡ് കാണിക്കുകയാണ്. അപ്പോൾ കണ്ടസ്റ്റൻസ് എവിക്ഷൻ ഫസ്റ്റ് വേണ്ട ടിക്കറ്റ് ഫിനാലെ ആരാണ് വിൻ ചെയ്ത് ആ കാര്യം പറയൂ എന്ന് പറയുന്നുണ്ട്. നല്ലത് നടന്നു കഴിഞ്ഞിട്ട് കെട്ടത് പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് എല്ലാവരും സംസാരമാണ്. അപ്പം മറ്റേ ഡോറിൽ കൂടെ കൺഫെക്ഷൻ ഡോറിൽ കൂടെ നമ്മുടെ സേതുബി സാർ വീട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി, ബിഗ് ബോസ് പയണം എപ്പിടി ഇരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് റയാനോട് മാത്രം നിന്നോട് എനിക്ക് ദേഷ്യമാണ്, കാരണം നീ ഇത്രയും നാളും ഈ ഗെയിം എവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എനിക്ക് തന്നെ എന്നോട് ദേഷ്യമാണ്, ഇതേപോലെ കളിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ഇച്ചിരി കൂടി ആകാമായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ജാക്ലിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മഞ്ജരിയുടെ ഒക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഞ്ജരിക്ക് കൂടുതൽ നല്ലൊരു തമിഴാണ്, നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ മഞ്ജരിക്ക് കഴിയുന്നുണ്ട്, നല്ലതായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. മഞ്ജരി സംസാരിച്ച സംസാരത്തിലെ പവിത്ര വേറെ ഏതോ ലോകത്ത് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഗാർഡൻ ഏരിയ വരികയാണ്. അവിടെ ചെറിയൊരു സ്റ്റേജ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കയറിയിട്ട് ആർക്കാണ് ടിക്കറ്റ് ഫിനാലെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ റയാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റയാന് സ്റ്റേജ് മേൽ കയറ്റി ഇരുത്തിയിട്ട് റയാന് ടിക്കറ്റ് ഫിനാലയുടെ കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ പുത്തിരിയൊക്കെ കത്തുന്നുണ്ട്, ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പേരൻസിനോടൊക്കെ താങ്ക്സ് ഒക്കെ പറയുന്നത് ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അക്കായ്ക്ക് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സേതുബി സാർ മെയിൻ ഡോർ വഴി പോവുകയാണ്. അത് കഴിയുമ്പോൾ എവിക്ഷൻ്റെ കാര്യം പറയണം. എവിക്ഷൻ ആരാണ് എവിക്റ്റ് ആയിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇത്, പക്ഷേ ഇവിടെ നടത്തിയേ പറ്റത്തുള്ളൂ. ഇനി ആര് വന്നാലും ഈ പ്ലെയർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് പകരം ആരും ആവില്ല എന്നും കൂടെ പറഞ്ഞിട്ടാണ് കാർഡ് എടുത്ത് കാണിക്കുന്നത്. എല്ലാവരും ഞെട്ടിട്ടുണ്ടായിരുന്നു. മഞ്ജരിയുടെ പേരായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലെയർ, നല്ല സ്ട്രോങ് പ്ലെയർ, നന്നായിട്ട് കളിക്കുന്ന ആൾ. പക്ഷേ എന്ത് ചെയ്യാൻ, ജനങ്ങളുടെ കൂടെ പിന്തുണ വേണമല്ലോ. അത് കാരണം മഞ്ജരിയാണ് കേട്ടോ എവിക്റ്റഡ് ആയിരിക്കുന്നത്. എല്ലാവർക്കും സങ്കടമാണ്. ജാക്ലിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മഞ്ജരി പോവുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് പോരൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് മുത്തുകുമാറിനും ജാക്ലിനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കേട്ടോ. എന്നിട്ട് ട്രോഫി ഉടയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് അത് വീട്ടിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്, കുട്ടിക്ക് കൊടുക്കാൻ. അതൊക്കെ നമുക്കൊരു സങ്കടം തോന്നുന്നതാണ്. ഗോൾഡൻ കളർ കിട്ടിയില്ലെങ്കിലും ഇതെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലുണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേ തരത്തിൽ കേട്ടിരുന്ന ഒരു വ്യക്തി മനുഷ്യരിയായിരുന്നു. ഇതും കൂടെ കേൾക്കണം, അത് പൊട്ടിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ച് കളയുന്നുണ്ട്. നണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഡോർ വഴി പോവുകയാണ് കേട്ടോ. പിന്നെ സേതുപതി സാറിൻ്റെ അടുക്ക എത്തിയിട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട്
എല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നെ കണ്ടസ്റ്റൻസിനെ കാണണമെന്ന് പറയേണ്ട എല്ലാവരും കാണുന്നു. ജാക്ലിനോട് നന്നായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞത് എനിക്ക് ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയില്ല. ഇല്ലടി അതൊക്കെ മനസ്സിലാക്കിക്കോളൂ, നീ സാരില്ല, നീ നന്നായിട്ട് കളിക്കും, മുത്തുക്കുമര കളി എന്ന് പറയുന്നുണ്ട്. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അരുണൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ മഞ്ചേരി പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ, നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനെക്കാട്ടും ബാഡായിട്ട് കളിച്ച ആൾക്കാർ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ മനുഷ്യന്മാരുടെ കയ്യിലാണ്, നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ്. അത് അവരാണ് തീരുമാനിക്കുന്നത്. നന്നായിട്ട് കളിച്ചിരുന്നാൽ പോലും കുറേ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ ബേസിൽ ഇതേപോലത്തെ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരാളാണ്, ഏറ്റവും വലിയൊരാളാണ് മഞ്ചേരി എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.